എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ബുദ്ധപഠന കേന്ദ്രം നടത്തുന്ന ഈ പരിപാടിയിൽ ശ്രീ അശ്വഘോഷൻ്റെ മഹാകവിയായിട്ടുള്ളതായ അശ്വഘോഷൻ്റെ കൃതികളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് അവസരം തന്ന ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ അജയ് ശേഖർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെ കാവ്യരൂപത്തിലും അതേപോലെ നാടകരൂപത്തിലും സ്തോത്രരൂപത്തിലൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതായ ഒരു കവിയാണ് ശ്രീ അശ്വഘോഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം കനിഷ്ക രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മഹാസൂത്രാലങ്കാര ശാസ്ത്രം എഴുതിയ അശ്വഘോഷൻ തന്നെയാണോ ഈ ബുദ്ധചരിതം എഴുതിയത്? അതോടൊപ്പം തന്നെ സ്ഥാവിര പാർശ്വൻ്റെ ശിഷ്യനായിട്ടുള്ളതായ അശ്വഘോഷനാണോ? മഹായാന ശ്രദ്ധോത്പാദ ശാസ്ത്രം എഴുതിയിട്ടുള്ളതായ അശ്വഘോഷൻ തന്നെയാണോ? ഇങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ വരുന്നുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അശ്വഘോഷ് ഹാസ് ബീൻ അസൈൻ ടു ബി എബൌട്ട് 100 AD. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കോളഫോൺസ് ഓഫ് ഹിസ് ബുദ്ധചരിത, സൗന്ദരനന്ദ, ശാരിപുത്ര പ്രകരണ, ഇതിലൂടെയൊക്കെ തന്നെയാണ് നമുക്കിതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യ സുവർണാക്ഷി പുത്രസ്യ സാകേതസ്യ എന്ന് പറയുന്നതായ ശ്ലോകത്തിലൂടെ അദ്ദേഹം സുവർണാക്ഷിയുടെ പുത്രനാണെന്നും അതോടൊപ്പം തന്നെ സാകേതത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും മുതലായ ശാസ്ത്ര വിഷയങ്ങളും ഒക്കെ പഠിച്ച് പാണ്ഡിത്യം നേടിയ അദ്ദേഹം പിന്നീട് ശ്രീബുദ്ധൻ്റെ അനുയായി ആയിത്തീരുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പഠനത്തിൻ്റെ ഒരു ലാളിത്യം അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ദുരുദ്ദേശത്തോടാണ് ആ കൃതി രചിച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെയെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ളതായ നിർവ്വാണം വരെ ഉള്ളതായ വിഷയങ്ങളെയെല്ലാം അദ്ദേഹം ഈ ബുദ്ധചരിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബുദ്ധചരിതം ഒരു മഹാകാവ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ വിശ്വനാഥൻ്റെ സാഹിത്യ ദർപ്പണത്തിലൊക്കെ പറയുന്നുണ്ട്, സർഗബന്ധോ മഹാകാവ്യം തത്രൈകോ നായക സുരഹ. ഈ പറയുന്നതായ ഒരു ലക്ഷണത്തോടു കൂടി ബുദ്ധചരിതവും മഹാകാവ്യം എന്നുള്ള ഗണത്തിലേക്ക് പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാവ്യലക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്ന ഉത്തമ മഹാകാവ്യമായിട്ടാണ് നമുക്ക് അശ്വഘോഷൻ്റെ ബുദ്ധചരിതത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. ബുദ്ധചരിതത്തിൽ 28ഓളം സർഗങ്ങളാണുള്ളത്. It has 28 cantos. The 14 cantos in Sanskrit it is available, and it is edited by Professor E.H. Johnston and Professor Cowell respectively. Remaining cantos are Tibetan translation, is the only preserved one in the original form. ഇതിനുശേഷം it was gems of Sanskrit literature, even in Eastern and Western literature, with a new spiritual and philosophical dimension during the 19th century. Because it's English translation written by Sir Edwin Arnold, and this work is called Light of Asia. ഈ ഒരു കൃതി സാഹിത്യലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് വില മതിക്കാനാവാത്ത തരത്തിലാണ് ലൈറ്റ് ഓഫ് ഏഷ്യയെ കാണുന്നത്. ഈ പുസ്തകത്തിലെ ബുദ്ധചരിതത്തിൽ അശ്വഘോഷൻ എഴുതിയിട്ടുള്ളതായ കാവ്യഭംഗിയും എങ്ങനെയാണ് നമ്മൾ ഒരാൾ ഔഷധം കഴിക്കുമ്പോൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ തേൻ ചേർത്ത് കഴിക്കുന്നത്, അതുപോലെ തന്നെയാണ് ബുദ്ധൻ്റെ വിഷയങ്ങളെ എല്ലാം
സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളതായ ആലങ്കാരിക വിഷയങ്ങളെല്ലാം അത് ഇതിനെ നമുക്ക് വായനക്കാർക്ക് അല്ലെങ്കിൽ ആസ്വാദകർക്ക് അല്ലെങ്കിൽ ബുദ്ധനെ അറിയുന്ന ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാവ്യഭംഗി എഴുത്തിൻ്റെ രീതികൾ എല്ലാം നമുക്കതിനെ അശോകോഷൻ്റെ കൃതിയിലൂടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു 28 സർഗങ്ങളാണുള്ളത്. അതിൽ ശ്രീബുദ്ധൻ്റെ അവതാരം മുതൽ 14 സർഗം വരെ അദ്ദേഹത്തിൻ്റെ ബുദ്ധതത്വ പ്രാപ്തി വരെയും അതിനുശേഷം വരുന്നതായ അദ്ദേഹത്തിൻ്റെ 15 മുതൽ 28ഓളം വരുന്നതായ മഹാനിർവാണവും അതോടൊപ്പം തന്നെ നിർവാണ പ്രശംസയും അതേപോലെ അദ്ദേഹത്തിൻ്റെ അസ്ഥി വിഭജനവും ഇത്തരത്തിലുള്ളതായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഈ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനും ഓരോ സർഗങ്ങളായിക്കൊണ്ട് നമുക്ക് ബുദ്ധചരിത്രത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ലൗകിക സുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ കാണപ്പെടുന്നതായ ദുഃഖങ്ങൾ, മരണങ്ങൾ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, അല്ലെങ്കിൽ ആ കാര്യകാരണ ബന്ധങ്ങൾ എന്താണ്, ക്ഷണികവാദം, അതേപോലെ തന്നെ പ്രതീത്യ സമുത്പാദം മുതലായ അല്ലെങ്കിൽ ഇതിനെയൊക്കെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതായ എങ്ങനെയാണ് ആര്യസത്യങ്ങൾ എങ്ങനെയാണ്, അഷ്ടാംഗ മാർഗങ്ങൾ എങ്ങനെയാണ്, ഈ പറയുന്നതായ ശ്രീബുദ്ധൻ്റെ എല്ലാ ആശയങ്ങളെയും നമുക്ക് ചർച്ചകളെയും മറ്റു സാഖ്യമായിക്കോട്ടെ യോഗമായിക്കോട്ടെ ഈ പറയുന്നതായ ദാർശനികന്മാരുമായിട്ടുള്ളതായ വാദപ്രതിവാദങ്ങൾ അടക്കമുള്ളതായ വിഷയങ്ങളെ എല്ലാം ഒരു ഫിലോസഫിക്കലായിട്ടുള്ളതായ കാഴ്ചയിൽ കൂടിയും നമുക്ക് അശോകോഷൻ്റെ കൃതിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തോടു കൂടി നമുക്ക് ബുദ്ധചരിത്രത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് സൗന്ദരനന്ദം എന്ന് പറയുന്നത്. സൗന്ദരനന്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായിട്ടുള്ള നന്ദൻ്റെ ഭാര്യയായിട്ടുള്ളതായ സുന്ദരിയുടെയും കഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നന്ദനെ അദ്ദേഹത്തിൻ്റെ ലൗകിക സുഖങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് നിർവ്വാണത്തിലേക്ക് അല്ലെങ്കിൽ ബുദ്ധതത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഈ കാവ്യത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 18 സർഗങ്ങളാണ് ഈ കാവ്യത്തിന് ഉള്ളത്. അത് പറയുന്നുണ്ട്, Benevolent Lord continues his spiritual discourses for benefit of his beloved weakened-minded brother Nanda and point out to him to first step to salvation, namely complete control, such as seemingly most ordinary things of day-to-day life, like eating, drinking, sleeping. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ലൗകിക സുഖങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് എങ്ങനെയാണ് അതൊക്കെ ഒരു ക്ഷണികമാണെന്നും അത് നിലനിൽക്കുന്നതല്ല എന്നും നമ്മുടെ ശരീരമായിക്കോട്ടെ മറ്റ് ആലങ്കാരികമായിട്ടുള്ള നമ്മളുള്ള സുഖം എന്ന് പറയുന്നതായ എല്ലാ വസ്തുക്കളും പിന്നീട് നശിക്കുന്നതാണെന്ന് ഉള്ളതായ ശരിയായ ബോധത്തെ അദ്ദേഹത്തിനെ ശ്രീബുദ്ധനിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ നന്ദനെ ബുദ്ധൻ കൊണ്ടുവരികയും അതിന് തുടർച്ചയായിക്കൊണ്ട് നന്ദനൻ്റെ ഭാര്യയായിട്ടുള്ളതായ സുന്ദരിയും പിന്നീട് ബുദ്ധ അനുയായി തീരുകയും ഒക്കെ നമുക്ക് ഈ സൗന്ദരനന്ദത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കൃതിയാണ് ശാരിപുത്ര പ്രകരണം എന്ന് പറയുന്നത്. ദ തേർഡ് ഗ്രേറ്റ് വർക്ക് ഓഫ് അശോകോഷ ഈസ് ശാരിപുത്ര പ്രകരണ. It gives a life history of two of the most celebrated disciples of Lord Buddha, Shariputra and Maudgalyana. ഈ 2 ശിഷ്യന്മാർ ആയിട്ടുള്ളതായ ചർച്ചകളും പിന്നീട് ബുദ്ധൻ്റെ ആശയങ്ങളോട് താല്പര്യം വരികയും അവർ പിന്നീട് ബുദ്ധൻ്റെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി തീരുന്നതായ ഒരു കൃതിയാണ് ഇതിൻ്റെ മൂലം എന്ന് പറയുന്നത്.
നാടകരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായ ഈ കൃതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാടകം അഭിനയിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കേവലം ഒരു കവി എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു നാടകത്തെയും അതിൻ്റെ ഒരു ക്ലാസിക്കൽ തലത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭാമഹനൊക്കെ മുമ്പ് തന്നെ എന്താണ് ഈ പറയുന്നതായ നാടകത്തിൻ്റെ ചട്ടക്കൂടുകൾ അത്രയും ഭംഗിയായി ഈ പറയുന്ന ശാരിപുത്ര പ്രകടനത്തിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് വജ്രസൂചി എന്ന് പറയുന്നത്. വജ്രസൂചി വിച്ച് ഇസ് എ ക്ലവർ പീസ് ഓഫ് പോളിമിക് against the caste system upheld by the Brahmins in one of the works ascribed to Ashwagosha. ഒരു ബ്രാഹ്മണ സുപ്പീരിയോറിറ്റിയും അതിൽ എങ്ങനെയാണ് ആരാണ് ബ്രാഹ്മണൻ എന്നുള്ള ചോദ്യത്തോടു കൂടി തന്നെയാണ് ആ പുസ്തകം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഖണ്ഡി സ്തോത്രം എന്ന് പറയുന്നത്. As regarded Ghandi Stotra, the key points out that this work shows Ashwagosha's power of music. It is a complete to describe the religious message carried to the heart of men by the sound produced by beating a long strip of wood with a short club. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു പീസ് ഓഫ് വുഡ് ഒരു ഭക്ഷണം ഉപയോഗിച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് അദ്ദേഹം സ്തുതിഗീതങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫൈൻ വർക്ക് വർത്തി ഓഫ് അശ്വഘോഷ ആൻഡ് ഇറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ മച്ച് മെട്രിക്കൽ ആൻഡ് ലിറ്റററി സബ്ലിറ്റി. ഈ പറയുന്നതായ ബുദ്ധചരിതം, അതോടൊപ്പം തന്നെ സൗന്ദരനന്ദം, ശാരിപുത്ര പ്രകരണം, വജ്രസൂചി, ഖണ്ഡി സ്തോത്രം, ഈ ഇതിലെല്ലാത്തിലും നമുക്ക് ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെയും അത് എങ്ങനെയാണ് കാവ്യഭംഗിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് ഓരോ കൃതിയിൽ ഇപ്പം ബുദ്ധചരിതത്തിലേക്ക് ഓരോ സർഗമെടുത്ത് ഓരോ പാഠങ്ങളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചുള്ളതായ വിവരണങ്ങൾ അശ്വഘോഷൻ വളരെ ലാളിത്യത്തോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സർ എഡ്വിൻ അർണോൾഡ് രചിച്ചിട്ടുള്ളതായ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നതായ കൃതി നമ്മുടെ മലയാള ഭാഷയിലേക്കും അതിൻ്റെ ആശയത്തെ ധാരാളം കവികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ശ്രീബുദ്ധചരിതം, ബുദ്ധൻ്റെ ചരിതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ളത് കരുണയിലൂടെ ബുദ്ധിസത്തെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ വാസവദത്തെയും ഉപഗുപ്തൻ്റെയും സംഭാഷണത്തിൽ നിന്ന് എങ്ങനെയാണ് ഉപഗുപ്തൻ പലതവണ വന്നിട്ടുള്ളതായ ആ വാസവദത്തെ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിർവ്വാണ പ്രാപ്തിക്ക് മുന്നേ അല്ലെങ്കിൽ അവരെ വാസവദത്തയെ തഴയുന്നതും ഒക്കെ നമുക്ക് ഈ കരുണയിലൂടെ കാണാം. കുമാരനാശാൻ്റെ മറ്റൊരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. ചണ്ടാല ഭിക്ഷുകിയിൽ മാതങ്കി ആനന്ദൻ എന്നാണ് വരികയും മാതയുടെ അടുത്ത് വരികയും കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് അങ്ങനെയൊരു ഭിക്ഷുവല്ലേ, അല്ലെങ്കിൽ ആ ഒരു ജാതി വ്യവസ്ഥയെ കൂടി പറഞ്ഞു പോരുന്നതായിട്ട് നമുക്ക് ഈ കൃതിയിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും എല്ലാം എങ്ങനെയാണ് ബുദ്ധൻ്റെ ആശയങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചണ്ടാല ഭിക്ഷയിലൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ
അഹിംസയായിക്കോട്ടെ, ദുഃഖത്തെ ആയിക്കോട്ടെ, കരുണയായിക്കോട്ടെ, ജാതി വ്യവസ്ഥയായിക്കോട്ടെ, എല്ലാം നമുക്ക് കുമാരനാശാൻ്റെ കൃതികളിലൂടെ ബുദ്ധിസത്തിൻ്റെ ഐഡിയലായിട്ടുള്ള വിഷയങ്ങളെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴുള്ളതായ കാലഘട്ടത്തിലടക്കമുള്ളതായ കവികളിലും കാവ്യങ്ങളിലുമൊക്കെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മഹാകവി എന്നുള്ള രീതിയിൽ അശ്വഘോഷൻ്റെ കൃതികൾ പ്രധാനമായിട്ടും 3 കൃതികളെ, അതായത് കാവ്യമായിട്ടുള്ള ബുദ്ധചരിതം, അതേപോലെ തന്നെ സൗന്ദരനന്ദം, ശാരിപുത്ര പ്രകരണവും, കൂടാതെ മറ്റു കൃതികളും ഗണ്ഡീസ്തോത്രമായിക്കോട്ടെ, വജ്രസൂചി ആയിക്കോട്ടെ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലഭ്യമായിട്ടുള്ള കൃതികളാണ്. ഈ കൃതികൾ കൂടാതെ ധാരാളം കൃതികൾ മറ്റു ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളതായ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എന്നാലും ഇത്തരത്തിലുള്ളതായ ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മഹാകവിയായിട്ടുള്ളതായ അശ്വഘോഷൻ്റെ കാവ്യ രചനയിലുള്ളതായ ശൈലികളും പ്രയോഗങ്ങളും എന്നാണ് കാളിദാസൻ്റെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുമാരസംഭവത്തിലും രഘുവംശത്തിലും ഒക്കെ നമുക്ക് ആ കാവ്യങ്ങൾ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ ആ രണ്ടും ഒരേ പാറ്റേണിൽ, ഒരേ രീതിയിൽ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് ഈ കാവ്യത്തിൽ നിന്നുള്ള ആശയങ്ങളെ അല്ലെങ്കിൽ വർണ്ണനകളിലൊക്കെ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അശ്വഘോഷൻ എന്ന് പറയുന്നതായ ഒരു കവിയുടെ നിപുണത എത്രത്തോളമാണ് സംസ്കൃത കാവ്യ സംസ്കാരത്തിന് അല്ലെങ്കിൽ സാഹിത്യരചനയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധചരിതത്തിലൂടെയും സൗന്ദരനന്ദത്തിലൂടെയൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളതായ കേവലം രചനകളെ പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യം മാത്രമാണ്. ഇതിൽ ഓരോ സർഗത്തിലേക്കും ചെല്ലുമ്പോഴുള്ള ബുദ്ധചരിതത്തിൻ്റെ ഓരോ സർഗത്തിലേക്കും നമുക്ക് വായിക്കുമ്പോൾ ഈ പറയുന്നതായ സമയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രത്തോളം ആശയങ്ങളെയാണ്, ശ്രീബുദ്ധൻ്റെ ആശയങ്ങളെയാണ് മഹാകവിയായിട്ടുള്ള അശ്വഘോഷൻ ഇതിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ മഹാകവിയായ അശ്വഘോഷനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഒരവസരം തന്നതിന് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ളതായ ഡോക്ടർ അജയ് ശേഖർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.